അത്തപ്പൂക്കളിടാൻ പൂ പറിക്കുന്നതും പൂ ഇടുന്നതും ഒരു ഡിസൈനും ഇല്ലാതെ അപ്പം തോന്നുന്ന ഡിസൈൻ ഇടുന്നതും ഒക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് സാഹചര്യങ്ങൾ, മഴ ഒന്നും അതിന് സമ്മതിച്ചില്ല. ചേച്ചി ഇല്ലാതെ തന്നെ അത്തപ്പൂക്കളിടുന്നത് ഇത് 4-ാം കൊല്ലമാണ്. അതേപോലെ സൈക്കിളെടുത്ത് വീട്ടിലും നാട്ടിലും പറമ്പിലും റോഡിലുള്ള മുക്കൂറ്റി, തുമ്പ, എന്തിന് തൊട്ടാവാടിയുടെ പൂ പോലും വെറുതെ ഇടാതെ ഞാൻ പറിച്ചു. ഇതൊക്കെ പൂക്കളത്തിൻ്റെ ഭംഗി കൂട്ടുമെന്ന് ചേച്ചി എനിക്ക് കാണിച്ചു തന്നത്. പണ്ട് ചേച്ചി മെയിനായിരുന്നപ്പോൾ ഞാൻ പലപ്പോഴും ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട്, ഈ ഡിസൈനൊന്നും വരയ്ക്കാണ്ട് എങ്ങനെയാണ് ചേച്ചി ഇത്ര സൂപ്പറായിട്ട് പൂക്കളിടുന്നതെന്ന്. പക്ഷെ അതിൻ്റെ ഉത്തരം എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. 4 വർഷത്തെ എക്സ്പീരിയൻസേ. പൂവിൻ്റെ അളവ് വെച്ചാണ് പ്ലാനിങ്. കഴിഞ്ഞ വർഷം പൂ വളരെ കുറവായിരുന്നു. ഇത്തവണയും കുറവായിരുന്നെങ്കിലും വെറൈറ്റി ഷെയ്ഡ്സ് പൂക്കൾ കിട്ടി. കനകാമ്പരമൊക്കെ ആദ്യമായിട്ടാണ് എൻ്റെ പൂക്കളത്തിൽ പെടുന്നത്. പിന്നെ ജമന്തി, നന്ദ്യാർവട്ടം, പിന്നെ പേരറിയാത്ത ഒരു പൂവും കൂടെ ഉണ്ടായിരുന്നു കൂടുതലായിട്ട്. ഈ പൂ സാധാരണ ഓണത്തിൻ്റെ സമയത്താണ് കൂടുതൽ പറമ്പിലുണ്ടാകുന്നത്. ഈ പൂവിൻ്റെ പേരറിയാവുന്നവർ ഒന്ന് പറഞ്ഞു, ഇതാണ് ഈ പൂ. എൻ്റെ പേരെനിക്കറിഞ്ഞുകൂടാ. എല്ലാ തവണയും ഞാൻ ചതുരം ആണ് മെയിനായിട്ട് പിടിക്കാറ്. പക്ഷേ ഇത്തവണ ഒന്ന് മാറ്റി പിടിക്കാൻ ശ്രമിച്ചു. പ്ലാൻ ഇട്ടു എങ്കിലും കറക്റ്റ് ടൈമിൽ ചേച്ചി വിളിച്ചുകൊണ്ട് പുള്ളിക്കാരി ഒരു കറക്റ്റ് പ്ലാൻ പറഞ്ഞു തന്നു. എനിക്കും ഭയങ്കര ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ പച്ച ബോർഡറും കൂടെ ആയപ്പോൾ അത്തപ്പൂക്കള സെറ്റ്. മാവില പൊടിച്ച ഈ പരിപാടി യൂട്യൂബിലൊരു ചേച്ചിയുടെ വീഡിയോ കണ്ടാ ഞാൻ ചെയ്തു നോക്കി. എന്തായാലും അതൊത്തും. ഈ വീഡിയോ ഓണത്തിൻ്റെ അന്ന് തന്നെ ഇടണം എന്ന് എനിക്കുണ്ടായിരുന്നു.